അല്ല, ഇത് 2-3 രീതിയിൽ ഇവോൾവ് ആയതാണ്. ഒന്ന്, നമ്മുടെ ഞാനും നിതിനും കൂടി ഒരു സൂപ്പർ ഹീറോ പടം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ നിതിൻ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു, ഒരു ലൈൻ പറഞ്ഞു. എടാ, ഒരു സ്കൂളിൽ ഒരു പ്രൊഫസർ, അയാൾക്ക് ഒരു ടീച്ചർ അല്ലെങ്കിൽ ആ സാറ്, അയാൾക്ക് എന്തോ ഒരു ചെറിയ സൂപ്പർ പവർ ഉണ്ട്. ഇതറിയാന്നുള്ള, അയാൾ ഈവിളാണ്, ഇതറിയാന്നുള്ള ഒരു ചെറുക്കൻ, ഒരു ഇൻട്രോവേർട്ട് ചെറുക്കൻ മാത്രം ആ ക്ലാസ്സിലുണ്ട്. ഇതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞെടാ, അത് കൊള്ളാം, പക്ഷെ അതൊരു സൂപ്പർ ഹീറോ പടത്തിനുള്ള സാധ്യത ഇല്ലല്ലോ അതിൽ. കാര്യം അതൊരു ക്ലാസ്സിനുള്ളിൽ ഒതുങ്ങുന്ന കഥയില്ലെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ നിന്ന് മാറ്റി വെച്ചു. പിന്നെ 2023 ഫെബ്രുവരി 23 ജിമ്മിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് മാനന്തഭദ്രത്തിൽ ബോഡി മറ്റേ സ്വാപ്പ് ഉണ്ട്. അത് എവിടെ, എന്നിട്ട് അപ്പം എനിക്ക് അവൻ പറഞ്ഞ ആ ലൈനിൽ ഇത് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള തോന്നൽ വന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി വർക്കാവുന്നു. അന്ന് പക്ഷേ സാറും സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു സ്വാപ്പ്. അതും പടത്തിൻ്റെ 5-ാമത്തെ മിനിറ്റിൽ അല്ലെങ്കിൽ 15-ാമത്തെ മിനിറ്റിൽ സ്വാപ്പ് സംഭവിക്കുന്ന പോലെയാണ് കൺസീവ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എന്നിട്ട് നമ്മളൊരു 3-4 ഡേയ്സിൻ എനിക്ക് തോന്നി ഒരാളും കൂടെ അതിൽ വരാനുണ്ട്. അങ്ങനെ വന്നാണ് ഷായ് സാറിൻ്റെ ക്യാരക്ടർ. അങ്ങനെ 3 വേ സ്വാപ്പ് ആവുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എനിക്ക് ബോഡി 3 വേ സ്വാപ്പ് ആവുന്നു. അന്നത്തേൽ 15-ാമത്തെ മിനിറ്റിൽ ബോഡി സ്വാപ്പായി. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ 6-5 സ്ക്രിപ്റ്റ് അതിന് മുന്നേ എഴുതിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഈ 15-ാമത്തെ മിനിറ്റ് സ്വാപ്പ് ആയി കഴിഞ്ഞ് ഇൻ്റർവെൽ ആകുമ്പോൾ തന്നെ ആൾക്കാർ ഈ പടം മടുക്കും. പിന്നെ സ്വാപ്പ് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ വിചാരിച്ചു ഇൻ്റർവെല്ലിൽ സ്വാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റർവെൽ വരെ എന്ത് ചെയ്യാം, അങ്ങനെ ബോഡി കൺട്രോളിലോട്ട് എത്തുന്നു. ഇതാണ് ആ പ്രോസസ്സ്. എന്നിട്ട് ബോഡി കൺട്രോൾ എന്നുള്ള സാധനം കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ വെരി ഫസ്റ്റ് ഷോട്ട്, അതിലാണ് പടത്തിൻ്റെ ആദ്യത്തെ ഷോട്ട് കിട്ടുന്നത്. മറ്റേ ഷെറഫിക്ക കാഡ്ലാബിനകത്ത് തലതിരിക്കുന്ന ഷോട്ടാണ്. അത് സ്ത്രീന്ന് ഇൻസ്പയർഡ് ആണ് ആ ഷോട്ട്, സ്ത്രീയുടെ തുടക്കത്തിൽ അതേ ഷോട്ട്. അപ്പോൾ ഓക്കെ, ഈ ഷോട്ട് വയ്ക്കാം. അങ്ങനെ ആദ്യം കിട്ടിയ ഷോട്ട് അതാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്നായിട്ട് അൺഫോൾഡ് ആയി വരുമായിരുന്നു. ഇന്റർവെല്ലിൽ സ്വാപ്പ് നടക്കുമെന്നറിയാം. പക്ഷെ ആ ഇന്റർവെൽ സീക്വൻസ് തുടങ്ങുന്ന പോയിന്റ് തൊട്ട് ഇന്റർവെൽ എഴുതി കാണിക്കുന്നവരെ നമ്മൾ എഴുതിയ കൂട്ടത്തിൽ വന്നൊരു സാധനമാണ്. ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളതറിയാം. അതിന് എഗെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ SCT ആണ്. SCTയുടെ ജോഗ്രഫി വെച്ചാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഒരാൾ ഇവിടെ നോടി ഇങ്ങനെ വരുന്നു, മറ്റേ ആൾ ഇവിടെ നോടി ഇങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത് ആ SCTയുടെ ജോഗ്രഫിയിൽ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ SCTയിൽ അൺഫോൾഡ് ചെയ്യുന്നൊരു സ്റ്റോറി പോലെ ഞാൻ അവിടെ നിന്ന് എഴുതുമ്പോൾ എളുപ്പമാണ്. അങ്ങനെ പിന്നെ ഹൈ പോയിന്റ്സ് ഫിഗർ ഔട്ട് ചെയ്യുക, അതൊക്കെ ഈ പറയുന്ന പോലെ ആദ്യം പ്രൊജക്റ്റ് ആയി പോയ 6 അല്ലെങ്കിൽ 5 സ്ക്രിപ്റ്റിന്റെ ലേണിംഗ് ആയിരുന്നു. അതെ.